വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ദൈവമായ കർത്താവ് ഉരുവാക്കിയ എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കാൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, അതിൽ തൊടുകയുമരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല. കാരണം അതിൽ നിന്ന് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷം ഭക്ഷിക്കാൻ ഉപയുക്തവും കണ്ണുകൾക്ക് ആകർഷവുമാണെന്ന് സ്ത്രീ കണ്ടു. ആ വൃക്ഷം അറിവേകാൻ പര്യാപ്തവുമായിരുന്നു. അവൾ അതിൻ്റെ ഫലത്തിൽ നിന്ന് എടുത്തു ഭക്ഷിച്ചു. തന്നോടൊപ്പമുണ്ടായിരുന്ന ഭർത്താവിനും അവൾ നൽകി, അവനും ഭക്ഷിച്ചു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി തങ്ങൾക്കായി അരക്കച്ചയുണ്ടാക്കി. സായാഹ്നക്കാറ്റിൽ തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവമായ കർത്താവിൻ്റെ ശബ്ദം അവർ കേട്ടു. മനുഷ്യനും അവൻ്റെ ഭാര്യയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവമായ കർത്താവ് മനുഷ്യനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായിരുന്നതിനാൽ ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഭക്ഷിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിച്ചുവോ? മനുഷ്യൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, അവളാണ് വൃക്ഷത്തിൽ നിന്നുള്ള ഫലം എനിക്ക് നൽകിയത്. ഞാൻ അത് ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് നീ ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ ഉരസുകൊണ്ട് ഇഴഞ്ഞു നടക്കും. നിന്റെ ജീവിതകാലം അത്രയും പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ ദംശിക്കുകയും ചെയ്യും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. എന്നാലും നിന്റെ അഭിലാഷം നിന്റെ ഭർത്താവിലായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ സ്വരം കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന മരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് ഭക്ഷിക്കും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. നീ വയൽച്ചെടികൾ ഭക്ഷിക്കും. നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അതിലേക്ക് മടങ്ങുന്നതുവരെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. എന്തെന്നാൽ നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഹവ്വ എന്ന് പേര് വിളിച്ചു, കാരണം അവൾ ജീവനുള്ള എല്ലാറ്റിൻ്റെയും മാതാവാണ്.
ദൈവമായ കർത്താവ് ആദത്തിന് അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അനന്തരം ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഇതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനിയും അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് നിത്യം ജീവിക്കുന്നവനാകാൻ ഇടയാകരുത്. എവിടെ നിന്ന് അവൻ എടുക്കപ്പെട്ടുവോ ആ മണ്ണിൽ അധ്വാനിക്കേണ്ടതിന് ദൈവമായ കർത്താവ് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിന്റെ വഴി കാക്കാൻ അവിടുന്ന് കെരൂബുകളെ എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ വാളുമായി ഏദൻ തോട്ടത്തിനു മുൻപിൽ കാവൽ നിർത്തി. 3-ാം സങ്കീർത്തനം. കർത്താവേ, എൻ്റെ വൈരികൾ എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. എനിക്കെതിരെ എഴുന്നേൽക്കുന്നവർ അനേകരാണ്. ദൈവത്തിൽ അവന് ഒരു രക്ഷയുമില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എനിക്ക് ചുറ്റുമുള്ള പരിച, എൻ്റെ മഹത്വവും എൻ്റെ ശിരസ്സുയർത്തുന്നവനും. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു. തൻ്റെ വിശുദ്ധ മലയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ താങ്ങുന്നു. എനിക്കെതിരെ ചുറ്റും അണിനിരക്കുന്ന ജനസഹസ്രങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ സകല ശത്രുക്കളുടെയും ചെകിടത്തടിക്കുകയും ദുഷ്ടരുടെ പല്ലുകൾ തകർക്കുകയും ചെയ്തല്ലോ. കർത്താവിൻ്റെതാണ് രക്ഷ. അങ്ങേ ജനത്തിനുമേൽ അങ്ങേ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. ആ ദിവസങ്ങളിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഏശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ടത് അവനെക്കുറിച്ചാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവർ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിനു വേണ്ടി സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. അതിനാൽ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി തൻ്റെ ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. അനന്തരം യേശു ഗലീലയിൽ നിന്ന് ജോർദനാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവനിൽ നിന്നും സ്നാനമേൽക്കാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? യേശു മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു.
ദൈവാത്മാവ് പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ